കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
മാതൃഭൂമിക്ക് അങ്ങനെ ഫുള്ളായിട്ട് കൊക്കക്കോള തള്ളി പറയാൻ പറ്റില്ല, തള്ളി പറയാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ അവർ പരസ്യത്തിന് ഒരു വലിയ ഇതാണ്. പിന്നെ ചാനലുകളും അന്ന് അത്ര ഇതേപോലെ സജീവമല്ല. ഇതിപ്പോൾ ഈ വീരേന്ദ്രകുമാർ എഴുതിയ ഞാനാണ് നിങ്ങളാണ് പ്ലാച്ചിമടയിൽ ആദ്യം തുടങ്ങിയത്, പ്ലാച്ചിമട സമരത്തെ ഊർജ്ജപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇയാളുടെ ഒരു ലേഖനമുണ്ടായിരുന്നു വീരേന്ദ്രകുമാർ. അതിന് ഇയാൾ മറ്റേ ഫേസ്ബുക്കിൽ ആറുമുഖൻ ഒരു മറുപടി കൊടുത്തു. അതിന് ഇപ്പോഴും വീരേന്ദ്രകുമാറിന് മരിക്കുന്നവരെ ആൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്തിനാണോ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന സമരം, ഇനി അവർക്കത് കിട്ടുമെന്നുള്ള പോലും പ്രതീക്ഷയില്ല. അവരുടെ കാലം കഴിയുന്ന ഇപ്പോഴത്തേക്ക് ഒരു 50-ന് മേലുള്ള ആൾക്കാരാണ് അന്ന് സമരത്തിലുണ്ടായിരുന്നത്. അവരുടെയൊക്കെ കാലാവധി ഇപ്പോൾ 20-25 വർഷമായി, ഇപ്പോൾ 75ആയി. ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അവിടുത്തെ ആൾക്കാർ ഇതൊക്കെ. അപ്പോൾ അവർക്ക് കാലഘട്ടത്തിന് മുമ്പിൽ ഇത് കിട്ടുമെന്നുള്ളത് ഇതൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. ഈ മഹിളമയെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആദിവാസി സ്ത്രീകളുണ്ടായിരുന്നു. അപ്പം ഇവർ വരുമ്പോൾ അവർ വരില്ല, അവരുടെ സമയത്തിന് മുമ്പ് ഇവർ വരില്ല, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഭൂരിപക്ഷത്തിൽ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ എന്താ നമ്മൾ പത്രങ്ങളിൽ മത്സരമാണല്ലോ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ച് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ 2 ദിവസം കഴിഞ്ഞും നമ്മുടെ വന്നു, ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ്, അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ പിന്നെ ചോദിച്ചു, എന്താ വാർത്ത വരാത്ത ചോദിച്ചു. അവരവിടുന്ന് ഡെസ്കിൽ നിന്ന് മാറ്റി വെച്ചാണ് കൊടുക്കണ്ട പറഞ്ഞിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ നല്ലൊരു തൊഴിൽ സംരംഭം വരുന്ന സ്ഥാപനമാണ്, അത് നമ്മൾ തുടക്കത്തിലേ അതിനെ തകർക്കണ്ട എന്നുള്ള രീതിയിൽ അവനോട് പറഞ്ഞു. അപ്പോൾ അവനെ വലിയ നിരാശയായി. ഇപ്പോൾ അവൻ ഇവിടെ ഇല്ല. ഇപ്പോൾ മലപ്പുറത്ത് മറ്റേ ഡെസ്കിൽ ഈ PD ഷിബി എന്ന് പറഞ്ഞ ആളുള്ളത് മാതൃഭൂമിയിലുണ്ട്, ഇപ്പം ഉണ്ട്. പക്ഷെ ആളൊന്നും ഭയങ്കര നിരാശയായിരുന്നു. നമ്മൾ എന്താ വെച്ചാൽ നമുക്കറിയാലോ, നമ്മളൊരു കണ്ടെത്തി അത് എക്സ്ക്ലൂസീവായിട്ട് വരണം എന്നുള്ള പത്രങ്ങളിൽ വരണം എന്നുള്ളൊരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ ആണ് മാതൃഭൂമി ഇതിനു വേണ്ടി ഒരു പ്രത്യേക റിപ്പോർട്ടർമാരെ വെച്ചു. സുരേഷ് ബാബു എന്ന് പറഞ്ഞ റിപ്പോർട്ടർ വെച്ചു. അങ്ങനെ കുറേ ഇവിടുത്തെ ജില്ലയിൽ ഒരു റിപ്പോർട്ടർ വെച്ചു. പിന്നെ അത് ഇങ്ങനെ അവർ പിന്നെ 3-4 റിപ്പോർട്ടർമാർ വെച്ചു മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് റിപ്പോർട്ട് ചെയ്തത് മാധ്യമത്തിന് വേണ്ടിയിട്ട്. നമ്മൾ വേറെ ഒരാളെ വെച്ചിട്ട് റിപ്പോർട്ടില്ല. ഇപ്പോൾ വിദേശികളൊക്കെ ഒരുപാട് പേര് വന്നു, എന്നിട്ടും നമുക്ക് കുറേ നല്ല എക്സ്ക്ലൂസീവ് സാധനം മാധ്യമത്തിനാണ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവർക്ക് മാതൃഭൂമിക്ക് അങ്ങനെ ഫുള്ളായിട്ട് കൊക്കക്കോള തള്ളി പറയാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ അവർ പരസ്യത്തിന് ഒരു വലിയ ഇതാണ്. പിന്നെ ചാനലുകളും അന്ന് അത്ര ഇതേപോലെ സജീവമല്ല. ഉള്ള ചാനലുകളിൽ അവരും ഇതുപോലെ തന്നെ ഈ അവരൊക്കെ പരസ്യം ഓടുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നം അതുകൊണ്ട്. പിന്നെ മനോരമ തീരെ ഉണ്ടായിരുന്നില്ല. അത് പല ഭാഗത്തും ഉണ്ട്. ആ ഒരു ഭീഷണി മുഴക്കിയത് കൊണ്ടൊക്കെയാണ് ഈ പിന്നെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അത് സമരസമിതിയും ജനങ്ങളൊക്കെ കൂടെ അന്ന് 160ഓളം സന്നദ്ധ സംഘടന ഒരു ഗ്രൂപ്പ് ഉണ്ടായാണ്. പിന്നെ നമ്മുടെ ഐക്യദാർഢ്യ സമിതി ആറുമുഖനയിൽ ജനറൽ കൺവീനറായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇവർ ഭയങ്കരമായിട്ട് ഈ പ്രക്ഷോഭം ഇതിന് ബഹിഷ്കരിക്കുക എന്നുള്ള തീരുമാനമെടുത്തു. അന്ന് മറ്റേ ആറുമുഖൻ വീരേന്ദ്രകുമാറിനെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിലന്ന് പരസ്യമായിട്ട് ആറുമുഖൻ ഒരു സംവാദമൊക്കെ നടത്തിയിരുന്നു. അതിങ്ങനെ അന്ന് പിന്നെ ഫേസ്ബുക്കും വാട്സപ്പൊക്കെ വന്നപ്പോൾ ആ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആറുമുഖൻ ഇതൊക്കെ ഈ വീരേന്ദ്രകുമാർ എഴുതിയ ഞാനാണ് നിങ്ങളാണ് പ്ലാച്ചിമടയിൽ ആദ്യം തുടങ്ങിയത്, പ്ലാച്ചിമട സമരത്തെ ഊർജ്ജപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു വീരേന്ദ്രകുമാർ. അതിന് ഇയാൾ മറ്റേ ഫേസ്ബുക്കിൽ ആറുമുഖൻ ഒരു മറുപടി കൊടുത്തു. അതിന് ഇപ്പോഴും വീരേന്ദ്രകുമാറിന് മരിക്കുന്നവരെ ആൾക്ക് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് അതൊരു പത്രങ്ങളിലെ. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ കൂടുതലും ബിസിനസ് ഇതിലേക്ക് പോകുന്നത് കൊണ്ട് ആരും കൂടുതൽ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഇടപെടലുകൾ വളരെ കുറവാണ്. എല്ലാ സമരങ്ങളിലൊന്നും ഇടപെടലില്ല മിക്കവാറും. അതുപോലെ ഇപ്പോൾ എലപ്പുള്ളിയിൽ വരുന്നപ്പോൾ ബ്രൂവറിയും ഇതുപോലെ വരുന്നൊരു സംഭവമാണ്. ഒരു ജലം ഊറ്റി കൊണ്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ അതേ പ്ലാച്ചിമടയേക്കാളും അപകടമാണ് ഇതിൻ്റെ കെമിക്കൽ, ഇതുണ്ടാക്കി കഴിഞ്ഞ് പുറത്ത് വിടുന്ന കെമിക്കലുകൾ.
അതപ്പോൾ അങ്ങനെയൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ സമരങ്ങളുടെ ശക്തി കുറഞ്ഞു വരും. കേരളത്തിൽ സമരപ്രവർത്തകരുടെ ശക്തി കുറഞ്ഞു വരും. ഇപ്പോൾ പല സമര ആളുകൾക്കും ഇത് സമരം നടത്തിയിട്ട് കൊണ്ട് കാര്യമില്ല എന്നുള്ളൊരു കർഷകർ പോലും അങ്ങനെ ഇപ്പോൾ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കർഷകർ പോലും സമരം നടത്തിയതുകൊണ്ട് ഒരു ഗുണമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഇത് അപകടത്തിലേക്കേ പോവുള്ളൂ. എന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെടും തോറും ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാവും. പിന്നെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് പിന്നെ ഇപ്പം നമ്മൾ പാലക്കാട് ജില്ലയിൽ തന്നെ ഈ കർഷകരുടെ അവസ്ഥ വലിയ ദുരിതത്തിലാണ്. അവർ അധ്വാനിച്ചുണ്ടാക്കിയ സാധനം വില കൊടുത്ത് എടുത്ത സാധനം എടുത്തിട്ട് 5-6 മാസം കഴിഞ്ഞിട്ട് പോലും അതിനുള്ള വില കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയാണല്ലോ കാര്യങ്ങൾ. അപ്പം നമ്മൾ ഇനിയും വീണ്ടും ഇപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അരിയൊക്കെ ഇനി വരുത്തേണ്ട അവസ്ഥ വരും. പല ഭാഗത്ത് കൃഷികൾ വ്യാപകമായി തരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളുടെയൊക്കെ ഇപ്പോൾ പാലക്കാട് കേരളത്തിലെ ഭൂഗർഭ ജല ഉള്ള ഏറ്റവും ക്രിട്ടിക്കൽ ഏരിയയാണ് നമ്മുടെ ചുറ്റൂർ. ഈ പ്ലാച്ചിമട നിൽക്കുന്ന ചുറ്റൂർ ബ്ലോക്കും മലമ്പുഴ ബ്ലോക്കും. ഇവിടുത്തെ ഭൂഗർഭ ജലം വളരെ ക്രിട്ടിക്കലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കാസർഗോഡാണ്. അപ്പം അങ്ങനെ ആ ഒരു മേഖലയും ഇതൊക്കെ പോയി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അത് റീചാർജ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ വ്യൂബറി പോലുള്ള സാധനങ്ങളെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഊറ്റാനുള്ളൊരു സംവിധാനം നടക്കുന്നു. പക്ഷേ ഇത് എവിടെ കൊണ്ടാണ് ഈ സാധനം എത്തിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെയൊക്കെ ഒരു ഗതികെട്ട ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കുമ്പോൾ വലിയ കഷ്ടമുണ്ടാകും. പക്ഷെ എന്താ ചെയ്യുക, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏകാധിപതികളെ പോലെ ഭരണകൂടങ്ങൾ മാറുമ്പോഴുണ്ടാകുന്നൊരവസ്ഥ ജനങ്ങൾ അവസാനം പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമല്ലോ. ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ പിന്നെ അവർക്ക് പിടിച്ചേക്കാനൊന്നും പറ്റില്ല. അതുവരെ ഒരു ഇതുണ്ടാകും. ഒരു ജനകീയ മുന്നേറ്റം തന്നെ ഉണ്ടാവണം എന്നാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അവരെന്തിനാണോ നഷ്ടപരിഹാരത്തിന് വേണ്ടി നടത്തുന്ന സമരം, ഇനി അവർക്കത് കിട്ടുമെന്നുള്ള പോലും പ്രതീക്ഷയില്ല. അവരുടെ കാലം കഴിയുന്ന ഇപ്പോഴത്തേക്ക് ഒരു 50-ന് മേലുള്ള ആൾക്കാരാണ് അന്ന് സമരത്തിലുണ്ടായിരുന്നത്. അവരുടെയൊക്കെ കാലാവധി ഇപ്പോൾ 20-25 വർഷമായി. ഇപ്പോൾ 75ആയി. ഇനിയിപ്പോൾ കുറച്ച് വർഷങ്ങൾ മാത്രമാണ് അവിടുത്തെ ആൾക്കാർ ഇതൊക്കെ. അപ്പോൾ അവർക്ക് കാലഘട്ടത്തിന് മുമ്പിൽ ഇത് കിട്ടുമെന്നുള്ളത് ഇതിലൊന്നും നമുക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇവർ ചെയ്യാവുന്ന ഇനി സമരം ഈ ഇപ്പോഴത്തെ ഈ കുഴൽകെട്ടിയുള്ള ഈ സമരം ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ നിയമപരമായിട്ട് കൊക്കക്കോളയ്ക്കെതിരെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത് മുഴുവൻ നോക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല ഇപ്പോൾ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ള ഈ സാധനം ഒന്നില്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്രയും നഷ്ടപരിഹാരത്തിന് അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ ഏൽപ്പിക്കുക. ഒരു സൊസൈറ്റി പോലെ അവർ നടത്തിക്കോട്ടെ. അവർ കൃഷിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് അതിന് ബെനിഫിറ്റ് അവർക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് സർക്കാരിനത് കിട്ടിയിട്ട് ഇപ്പോൾ അവിടെ എന്ത് ബിസിനസ് വന്നാലും ഇനിയിപ്പോൾ ഇതൊന്നും ആവില്ല. ഇനിയിപ്പോൾ എന്ത് ബിസിനസ് വന്നാലും ശരി, ഇനിയിപ്പം സമരം കുറച്ചുകൂടി ശക്തമാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അത് നടക്കില്ലല്ലോ. അതിനെക്കാട്ടും നല്ലത് എന്താ വെച്ചാൽ ഇവർ ഈ നഷ്ടപരിഹാരത്തിൻ്റെ ആൾക്കാരെ വെച്ചിട്ട് അവരെ എത്ര പേർക്ക് ഇതുണ്ട് വെച്ചാൽ അവരൊക്കെ വെച്ചുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ എന്തെങ്കിലും ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ കുറേ സ്ഥലമുണ്ടല്ലോ. ഇപ്പോൾ 35 ഏക്കർ കൃഷി ഉണ്ടല്ലോ. അതിൽ പല കൃഷിയും ചെയ്യാൻ പറ്റുമല്ലോ. പച്ചക്കറി കൃഷിയോ മറ്റോ കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് ഇവർ ഈ പഴച്ചാറ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ അവരെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് അവർക്ക് അത്രയും കാലം ഈ സമരം ചെയ്തു എന്നുള്ളൊരു ഇത് കിട്ടി എന്നുള്ളൊരു മനസ്സംതൃപ്തിയോട് അവർക്ക് മരിക്കാൻ പറ്റും. അതാണിപ്പോൾ എനിക്ക് ഇതിൽ പറയാനുള്ളത്. ജനതാദൾ എന്ന് പറഞ്ഞാൽ സംഘടനാ കോൺഗ്രസ്സിലായിരുന്നു കൃഷ്ണൻകുട്ടിയേട്ടൻ. ആദ്യം കോൺഗ്രസ്സിലായിരുന്നു. പിന്നെ അത് പിളർന്നല്ലോ. കോൺഗ്രസ്സിന് ഒരുപാട് പിളർപ്പുണ്ടായി. അപ്പോൾ അങ്ങനെ സംഘടനാ കോൺഗ്രസ് വരികയാണ്. അപ്പോൾ സംഘടനാ കോൺഗ്രസ്സിലെ നേതാവാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ. അപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഐക്കണാണ്. പെരുമാട്ടിയിൽ ഉള്ള ആളുകളുടെ ഒരു ഈഴവ സമുദായത്തിലെ ഒരാളെന്ന നിലയ്ക്കും പിന്നെ അയാൾ പറയുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. അയാൾ അങ്ങനെ ഒരു ഐക്കണായിട്ട് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു മേഖല പട്ടഞ്ചേരിയിൽ കുറച്ചുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഇത് പട്ടഞ്ചേരിയിലുണ്ട്. പിന്നെ ചെറിയൊരു കൊഴിഞ്ഞാമ്പറയിലൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പൂർണ്ണമായിട്ടും ജനതാദളിൻ്റെ കൈപ്പിടിയിലുണ്ട് പെരുമാട്ടി മാത്രമാണ്. ഇപ്പോഴും അത് തന്നെയാണ്. അതിപ്പോൾ വലിയ മാറ്റമൊന്നും വരില്ല. കൃഷ്ണൻകുട്ടിയേട്ടനെ ഉള്ളിടത്തോളം കാലം അതുവരെ അത്രയും കാലം ഈ പാർട്ടിക്ക് ഒരു അടക്കവും ഉണ്ടാവില്ല. അത് പെരുമാട്ടിയിലത് ജനങ്ങളുടെ മനസ്സ് അങ്ങനെയാണ്. അയാളോടുള്ള ഒരു അച്യുതൻ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഇതിലാണ്. അച്യുതൻ കോൺഗ്രസും ഇയാൾ ഇങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് ഇയാൾ സംഘടന കോൺഗ്രസ് മാറി പിന്നെ ജനതാദളായതാണ്.
ഈ അങ്ങനെ വന്നിട്ടാണ് അങ്ങനെ ഇയാളുടെ കൂടെ ഉറച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്ലാച്ചിമടയിലുള്ള ആൾക്കാർ. പക്ഷേ പ്ലാച്ചിമടയിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാറ്റമുണ്ട്. ഇപ്പോൾ ദളിൽ നിന്ന് ഒരുപാട് പേര് കോൺഗ്രസിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പേര് BJPയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ അതൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മാറ്റം, വലിയൊരു മാറ്റമാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ഒരു 50 വർഷം 40-45 വർഷമായിട്ട് ഇവർ തന്നെയാണ് ഭരിക്കുന്നത്. മാറ്റമൊന്നുമില്ല. അത് അദ്ദേഹം ഈ ചിറ്റൂർ നിയമമണ്ഡലത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റേ സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾ, കൃഷ്ണൻകുട്ടിയേട്ടൻ അതിൻ്റെ ആളായിരുന്നു. പക്ഷെ പിന്നീട് എന്തോ ഇവർ തമ്മിൽ എന്തോ ഒരു ഉടക്കായി മാറി നിൽക്കുക. സ്ഥിരമായിട്ട് കുറേ കാര്യം നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. അത് മറ്റേ കൊഴിഞ്ഞാമ്പാറ ഫർക്കിയിലാണ് പുള്ളിയുടെ ഒരു ഇത്. ആ പുള്ളിയുടെ ഈ ഒരു സ്വാധീനം ഇവിടെ കുറവായിരുന്നു. ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ ആദ്യം ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ജനകീയ. അന്ന് ആര് പ്രസിഡന്റ് ആണെങ്കിലും കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ അനുഗ്രഹമുള്ള ആൾ മാത്രമാണ് അവിടെ പ്രസിഡന്റ് ആവുള്ളൂ. അത് അയാൾ എന്ത് ഇതായാലും ശരി, അയാളെ പ്രസിഡന്റ് ആവും. അതാണ് ശ്രീരാമപരിധിക്ക് ഈ മേഖലയിൽ സ്വാധീനം പറഞ്ഞാൽ അത്ര വലിയ സ്വാധീനമില്ല. ആ കൂടുതൽ മേഖല ചെയ്തതും അവിടുത്തെ 3 പഞ്ചായത്താണ്. മറ്റേ കൊഴിഞ്ഞാമ്പാറ, എരുത്തേമ്പതി, വടകരപ്പതി. ഈ 3 പഞ്ചായത്തും ഏലപ്പള്ളി എന്ന് പറഞ്ഞ കുറച്ച് സ്ഥലം. അവിടെ ആ 4 പഞ്ചായത്തുകളിലാണ് പുള്ളിക്ക് കാര്യമായ ഒരു സ്വാധീനം ഉണ്ടായത്. വലയോടി നല്ലൊരു സംഘാടകൻ തന്നെയാണ്. വലയോടിയുടെ തുടക്കകാലം ആദ്യം മദ്യനിരോധന സമിതിയുടെ ഇതായിട്ടാണ് വലയോടിയെ ഞാൻ ആദ്യം അറിയുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുപോലുള്ള പൊതു സംഘടനകൾ, PUCL പോലുള്ള നേതാക്കൾക്ക് നേതൃത്വം നൽകുന്ന PUCL പോലെ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാവായിരുന്നു. പിന്നെ മദ്യനിരോധന സമിതിൻ്റെയൊക്കെ സംസ്ഥാന തലത്തിൽ ആയിരുന്നു. പിന്നെ പുള്ളിയുടെ ഈ പ്രവർത്തന മേഖല ഈ ആദിവാസി ദളിത് കോളനികളും അവിടുത്തെ പ്രദേശങ്ങളാണ്. അതുകൊണ്ട് മീനാക്ഷിയിലും അങ്ങനെയുള്ള ഒരു ബെൽറ്റാണ്. പെരുമാട്ടി പഞ്ചായത്തിൽ, പട്ടഞ്ചേരി പഞ്ചായത്തിൽ, പിന്നെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത്, അങ്ങനെയുള്ള ബെൽറ്റിലാണ് പുള്ളിയുടെ ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പം അത് അങ്ങനെ വന്നപ്പോഴാണ്, ഇവിടെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് പുള്ളി ഇതിൽ ഇടപെടുന്നത്. ഈ പ്ലാച്ചിമടയിലെ ആദിവാസി മേഖലയാണല്ലോ, പുള്ളി ആദിവാസി മേഖലയിലാണ് പുള്ളി പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് ഇവർ ഈ കൂട്ടായ്മ ഉണ്ടാക്കുന്നതും ഇത് ഒക്കെ വരുന്നതും ഈ ആദിവാസികളെ വിളിച്ച് ചെയ്യുന്ന ഈ സമരത്തിനൊക്കെ ഒരു ഇത് ചെയ്യുന്നത് പുള്ളിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മൈലമ്മയ്ക്ക് അതിനെ സപ്പോർട്ട് ചെയ്തതെന്നല്ലാണ്ട് നേതൃത്വം അതിനുണ്ടായിരുന്നില്ല. തുടക്കത്തിലൊന്നും വൈലമ്മയ്ക്ക് അവർക്ക് അറിയില്ലല്ലോ, ആദിവാസികൾക്ക് എന്താണെന്നുള്ളത് അവർക്ക് അറിയില്ല. ഈ എങ്ങനെ സമരം എന്നൊന്നും അറിയില്ല. പിന്നെ അവരിങ്ങനെ സമരം ചെയ്ത് ശീലമുള്ള ആൾക്കാരല്ലോ. ഇദ്ദേഹമാണെങ്കിൽ അതല്ലല്ലോ. ഇദ്ദേഹത്തിന് അപ്പോൾ തന്നെ കുറേ കാര്യങ്ങളായിട്ട് ഒരുപാട് സംസ്ഥാന തലത്തിലൊക്കെ വലിയ കൂട്ടായ്മകളിലൊക്കെ വലിയ നേതൃത്വം വെച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. ഈ മൈലമ്മയെ അംഗീകരിക്കാത്ത ഒരു വിഭാഗം ആദിവാസി സ്ത്രീകളുണ്ടായിരുന്നു. ഇവർ വരുമ്പോൾ അവർ വരില്ല, അവരുടെ സമയത്തിന് മുമ്പ് ഇവർ വരില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് അവർ മൈലമ്മി തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ വരുന്നത്. മൈലമ്മിയും മാരിയപ്പനെയും പിന്നെ വേലൂർ സ്വാമിനാഥനെയും ഒക്കെ അവർ ദളിതും മൊത്തം ആദിവാസികളാണ്. പക്ഷെ ഇയാൾ ആദിവാസിയല്ല, ഇയാൾ ദളിതനുമല്ല, വലയോടി വേണുപോകാൻ. എങ്കിലും ഇയാൾ എല്ലാ ആദിവാസികൾക്കും സഹായിയാണ്. ഇപ്പോൾ ഒരു അസുഖം വന്നു, അയാളെ ജില്ലാശുപത്രിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ചികിത്സ പോരാ, മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇയാൾ ആക്ച്വലി സർക്കാർ സംവിധാനം ഉപയോഗിച്ച് ആംബുലൻസ്, മറ്റുള്ള കാര്യങ്ങൾ, അപ്പോൾ അവർക്ക് കൂടെ പുള്ളി പോയി ഇരിക്കും. ഇപ്പോൾ ആരും ഇപ്പം മെഡിക്കൽ കോളേജൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആദിവാസിക്ക് അവിടുത്തെ അന്തരീക്ഷം പ്രതീക്ഷിക്കാനേ പറ്റില്ലല്ലോ. അപ്പോൾ പുള്ളി അതിന് സപ്പോർട്ട് ചെയ്തിട്ട് അവരുടെ ചില പ്രവർത്തകരെ മറ്റുള്ള കാര്യങ്ങൾ സഹായിക്കാൻ, അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ആദിവാസികൾക്കിടയിൽ ഒരു നല്ല ഒരു അറിയപ്പെടുന്ന ഒരു വളരെ ഇന്നത്തെ പോലെ കറപ്ഷനൊന്നും ഇല്ലാത്ത ഒരു നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. ഈ സമരത്തിന് തന്നെ എനിക്കൊരു സമയത്ത് തള്ളി പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ സപ്ലിമെൻ്റ് എഴുതിയിട്ടുണ്ട്, സുപ്രഭാതത്തിൽ സപ്ലിമെൻ്റ് എഴുതിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ 2 ഭാഗത്തും കൂടെ വലിച്ചു പോകുമ്പോഴേ ഉണ്ടാകുന്ന ഒരു സമരത്തിൻ്റെ ഒരു ശുഷ്കമായ ഒരു അവസ്ഥയായിരുന്നു അവിടെയൊക്കെ ഒരു പെര കെട്ടി വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും അതെന്തൊരു പെര എന്നുള്ള രീതിയിൽ പൊതുജനങ്ങളോട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ ഇവർ എന്താണോ ഒരു സമരമായിട്ട് ഒരു കാരണം പറഞ്ഞ് മുന്നോട്ട് പോയത്, ആ കാരണം നടപ്പിലായില്ല. അപ്പോൾ ഈ 2, 3, 4 ഒക്കെ ഗ്രൂപ്പായിട്ട് വിഘടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം. ഇപ്പോൾ ഒരുപാട് NGO സംഘടനകളുടെ ഗ്രൂപ്പാണല്ലോ ഈ ഐക്യദാർഢ്യ സമിതി.
ഐക്യദാർഢ്യ സമിതിയിൽ ഓരോ സംഘടനകൾക്കും ഓരോ അവരുടെ ലക്ഷ്യങ്ങൾ അവിടെ നിറവേറ്റാൻ ശ്രമിച്ചു. ഓരോ സംഘടനകളും അവരുടേതായ ചില ഐഡൻറ്റിറ്റി നിലനിർത്തണം എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വാഭാവികമായിട്ടും വരുമല്ലോ, എത്ര വലിയ സമരമാണെങ്കിലും. അപ്പോൾ ആ ഒരു ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ അതിന് നമുക്കൊരു ഏക വഴിയിൽ കൊണ്ട് നമ്മളിത് ഏറ്റുപിടിച്ചുകൊണ്ട് നടത്തിയ സമരം എന്ന നിലയ്ക്ക് എനിക്കതിനെ മുന്നോട്ട് നയിക്കേണ്ടതും എൻ്റെ ഒരു ഇത് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സാധനം എഴുതേണ്ടി വന്നത്. അപ്പോൾ എന്നിട്ടും ഇവർക്കൊക്കെ ഈ പലരും എന്നോട് അന്ന് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് എഴുതാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് ഞാൻ എഴുതിയത്. അല്ലെങ്കിൽ അത് പിന്നെ സമരം അന്നേ നിന്നിട്ടുണ്ടാവും, അന്നേ തകർന്നു പോയിട്ടുണ്ടാവും. നിൽക്കുകയല്ല, തകർന്ന് ഗ്രൂപ്പായി അടിച്ചു പിരിഞ്ഞിട്ടുണ്ടാവും. ആ ഒരവസ്ഥ വരാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങനൊരു സാധനം ചെയ്തത്. എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. വിലയോടി ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നെ അന്ന് വിമർശിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്, നിങ്ങൾ സമരത്തിന് എന്നും കൂടെ നിന്നവരാണ്, നിങ്ങളിങ്ങനെ എതിരായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ, എനിക്ക് തെറ്റാണെന്ന് തോന്നി അന്ന് ഞാൻ അന്ന് മാധ്യമത്തിലില്ല കേട്ടോ. മാധ്യമം ഞാൻ വിട്ടു. 30 വർഷത്തെ സേവനത്തിന് ശേഷം മാധ്യമം ഞാൻ ഒഴിവായി ഞാൻ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നത്. ഇനി അത് മുന്നോട്ട് പോകാൻ ഇങ്ങനെ അടിയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൽ 2018-19 എഴുതി. ഇപ്പോൾ കുറേ കഴിഞ്ഞ് സമരം കഴിഞ്ഞ് 10-15-20 വർഷം ആകുന്ന സമയത്താണ് അത് എഴുതിയത്. അതുപോലെ ഈ സമയത്താണ് ഈ ഏകദേശം ഈ ഭൗമദിനം സമരം തുടങ്ങുന്ന അതുപോലത്തെ ഒരു സമയത്താണ് അത് മറ്റേ ഒരു സാധനം, ഒരു ആർട്ടിക്കിൾ, സെൻട്രൽ സപ്ലിമെൻ്റ് ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതും നമ്മുടെ ഒരു എന്താ വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിൻ്റെ മേഖലയിലെ ഒരു സാധനമാണുള്ളത്. അങ്ങനെ എനിക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അത് ഞാൻ ചെയ്തു. ഒരു വിഭാഗം സ്ത്രീകളുടെ സമ്മർദ്ദമാണ് അതിൽ വിളയൊടുക്കി ഞാൻ പറഞ്ഞില്ല, അവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഭൂരിപക്ഷം ആൾക്കാർ സമരത്തിന് കൂടെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഇയാൾക്ക് ഇവരുടെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. മൈലമ്മ ഒറ്റയാണ്, അല്ലെങ്കിൽ കുറച്ച് പേരേ ഉള്ളൂ മൈലമ്മിൻ്റെ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഇവരെ നമ്മളെ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബുക്കൊക്കെ ഇറങ്ങിയ കാലത്താണ് ഈ സംഭവം. ബുക്ക് ഇറങ്ങിയ ശേഷമാണ്. അപ്പോൾ മൈലമ്മ ഒറ്റപ്പെട്ട ഒരു ഐക്കണായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സാധനം വരുന്നത്. മനസ്സിലായി? അപ്പോൾ മൈലമ്മ ഒറ്റപ്പെട്ടെന്ന് അങ്ങനെ ഐക്കണായി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മൈലമ്മൻ്റെ വേറൊരു രീതിയിലേക്ക് വരുന്നത്. മറ്റത് അപ്പോൾ ഇയാൾക്ക് ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഇയാൾ മൈലമ്മയെ തള്ളിപ്പറയേണ്ടി വന്നതാണ്. അതാണ് ആ സംഭവം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സംഭവം. അത് ഇത് തന്നെ രാഷ്ട്രീയക്കാർ തന്നെ. അവിടുത്തെ ജനതാദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവരും BJP അപ്പോൾ എന്താ വെച്ചാൽ ഈ BJPൻ്റെ ജില്ലാ തലത്തിലുള്ള പിന്നെ ഡിസ്ട്രിബ്യൂഷനും അവിടുത്തെ ഈ തൊഴിലാളികളുടെ തൊഴിലാളി വെക്കുന്നതിൽ കോൺട്രാക്ടറുണ്ട്. അതും ഇപ്പോൾ നമ്മുടെ BJPൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വിഷ്ണുകുമാറാണ്. അവിടേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്കത് ഒരു ഇതാണല്ലോ. അപ്പോൾ അത് ഈ കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സാധനം വന്നിട്ട് വീണ്ടും തുറക്കാനുള്ള കമ്പനി തുറന്നു കൊടുത്തിക്കണം എന്നുള്ള എയിമിൽ അവർക്ക് ചെയ്ത ഒരു സാധനമാണത്. ഗതാഗതത്തിൽ വേണ്ടതുപോലെ അത് അത്ര ഇത് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഈ സമരത്തിൻ്റെ മുന്നിൽ അതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇത് ഒരു ഒഴുക്കായിരുന്നല്ലോ, ഒരു ഫ്ലോ ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു ജനസമൂഹം മൊത്തം പ്ലാച്ചിമലയിലെത്തുകയും പ്ലാച്ചിമല സമരത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ലോകത്ത് തന്നെ ആദ്യമാണല്ലോ സമരത്തിന് മുന്നിൽ പൂട്ടുന്ന കമ്പനി. കൊക്കക്കോളയുടെ ആദ്യത്തെ പ്ലാന്റാണ് പ്ലാച്ചിമല. അത് ഇവർക്കത് വലിയൊരു ബിസിനസ്സിന് ഭയങ്കര അടി വന്നിട്ടുണ്ട്. ആ തിരിച്ചടി വരുന്ന സമയത്താണ് ആ തിരിച്ചടി ഇല്ലാതൊക്കെയാണ് ഇപ്പോഴും കോള നഷ്ടപരിഹാരം കൊടുക്കാതെ തന്നെ മുങ്ങാനുള്ള വഴികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളയ്ക്ക് ഇത് ശരിക്കും ഇങ്ങനെ പൂട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ലോകത്ത് ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്ത് മുഴുവൻ 18 രാജ്യങ്ങളിലെന്തോ കൊക്കക്കോളയ്ക്ക് കമ്പനികളുണ്ട് ഇതുപോലെ. അപ്പോൾ അവിടെയൊക്കെ ഇത് ബാധിക്കുമല്ലോ. അപ്പോൾ അത് ആ ഒരു മുഖം ഇതാക്കാൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള BJPയുടെ മറ്റേ കൊക്കക്കോളയുടെ ഒരു പരിപാടിയാണ് ഈ ഇപ്പോഴും ഇത് അവർ കൊടുക്കാത്ത ഒരു രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കാൻ അവർ തയ്യാറാത്ത അതുകൊണ്ടാണ്. അത് കർഷകരെല്ലാണല്ലോ കൂടുതൽ സാധനം നഷ്ടം. കൃഷി എന്നൊക്കെയാണല്ലോ, കൃഷിയിലാണല്ലോ കൂടുതൽ പറഞ്ഞേക്കുന്നത്. മറ്റവർക്ക് വെള്ളത്തിന് നഷ്ടം, തൊഴിൽ നഷ്ടം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. മാനസികമായിട്ടുള്ള നഷ്ടം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണല്ലോ അതിൽ അവർക്കും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ എഫക്റ്റ്. ശരിക്കും യഥാർത്ഥമായ
ഇതിൽ ആളുകൾക്ക് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ കർഷകർക്കും മറ്റുള്ള ആൾക്കാർക്കും മറ്റു ആളുകൾക്ക് സമരത്തിൽ നിന്ന് പങ്കാളികളല്ലാത്ത കർഷകർക്ക് പോലും ഇതിൽ നഷ്ടപരിഹാരത്തിന് അവർ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ അതാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കി അതിൻ്റെ നിയമപ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് നടപ്പിലാക്കി കൊക്കക്കോളയ്ക്കെതിരെ പിന്നെ ഇവർ ഇത് ചെയ്യുമ്പോൾ കാലങ്ങൾ എത്ര പിടിക്കുന്നത് നമുക്ക് ഒരു ഊഹിച്ചാൽ പോലും പറ്റില്ല. അപ്പോൾ അതിനെന്താ ചെയ്ത് പിന്നെ ഇവർ ചെയ്യാത്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെയൊക്കെ ഭൂമി കയ്യേറി ഇരുന്ന് സമരം നടത്തിയാണ് ഇവർ. പക്ഷേ അതിലൊക്കെ പലരും ഇപ്പോൾ പാവങ്ങൾ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ വയസ്സാം കാലത്തൊക്കെ കേസ് മണ്ണാർക്കാട് കോടതിയിലും അവിടെ ഇവിടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ആ കൊക്കക്കോളയുടെ ഭൂമി പിടിച്ചെടുക്കാൻ സമരം നടത്തിയല്ലോ ഇവർ. നടത്തിയിരുന്നു. ഭൂമി പിടിച്ചെടുത്തിട്ട് കുള്ളിൽ കെട്ടാനുള്ള പ്രശ്നം. പക്ഷെ അതും ഈ സമരം അത്ര ശക്തമായി ചെയ്തതുകൊണ്ട് പോലീസ് മുഴുവൻ വരെ ഉള്ളിക്കറിയൊക്കെ മുഴുവൻ ഒഴിപ്പിച്ചിരുന്നു. അപ്പോൾ അവരിപ്പോൾ അതിൻ്റെ പേരിൽ കേസ് ഉണ്ടാവുമല്ലോ. ആ കേസിന് വേണ്ടിയിട്ട് മണ്ണാർക്കാട് കോടതി, ചിറ്റൂർ കോടതിയിൽ, പാലക്കാട് കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാവങ്ങൾക്ക് ജീവിക്കാൻ പോലും വഴിയില്ലാത്ത ഒരവസ്ഥയിൽ പണി പോലും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ അത് കടം വാങ്ങി കേസ് ഇതിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ വലിയൊരു സംഭവമാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയൊരു പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.